ഹിയറിംഗ് എയ്ഡ് വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ രണ്ട് മെയിൻ ഡൗട്ടുകളാണ്. ഒന്ന്, ഇത് വെച്ചാൽ എൻ്റെ നഷ്ടപ്പെട്ട കേൾവി തിരിച്ചു കിട്ടും. രണ്ട്, ഇത് വെച്ചാൽ എൻ്റെ ഉള്ള കേൾവിയും കൂടി പോവോ? രണ്ടിൻ്റെ ആൻസർ നോ എന്നാണ്. അപ്പോൾ ഒരു മൂന്നാമത്തെ ചോദ്യം, ഇത് പിന്നെ എന്തിനാ വെക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് ഞാൻ നിങ്ങൾക്ക് 2016 അമേരിക്കൻ ജേർണൽ ഓഫ് ഓഡിയോളജിയിൽ വന്ന ഒരു സ്റ്റഡി പറഞ്ഞുതരാം. അവർ ഇതുവരെ കേൾവി സഹായം ഉപയോഗിക്കാത്ത രണ്ട് ചെവിയിലും ഞരമ്പിനെ ബാധിച്ച കേൾവിക്കുറവുള്ള 50 വയസ്സും 60 വയസ്സും പ്രായത്തിൻ്റെ ഇടയിലുള്ള കുറച്ച് ആൾക്കാരെ എടുത്ത് അവരുടെ ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഇവാലുവേറ്റ് ചെയ്തു. അവർ നോക്കിയ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വർക്കിംഗ് മെമ്മറി, അതായത് നമുക്കൊരു ടാസ്ക് ചെയ്യാൻ ആവശ്യമായ മെമ്മറിയാണ് വർക്കിംഗ് മെമ്മറി. രണ്ട്, സെലക്റ്റീവ് അറ്റൻഷൻ, അതായത് മറ്റ് ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാറി ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാണ്ട് നമ്മുടെ കഴിവാണ് സെലക്റ്റീവ് അറ്റൻഷൻ. മൂന്നാമത്തത് പ്രോസസ്സിംഗ് ടൈം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം എത്ര വേഗത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത് മൂന്നും അവർ ഇവാലുവേറ്റ് ചെയ്തു. ശേഷം ഇവർക്ക് അവർ ആദ്യമായിട്ട് ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്തു. എന്നിട്ട് ഇതേ ആൾക്കാർ ആവറേജ് 8 മണിക്കൂർ വെച്ച് 6 മാസം ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്തു. ശേഷം ഇതേ ഫങ്ഷൻസ് ഒന്നും കൂടി അവർ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ വർക്കിംഗ് മെമ്മറി 20% കൂടി, അതേപോലെ തന്നെ സെലക്റ്റീവ് അറ്റൻഷൻ 14%, 14% കൂടി, പ്രോസസ്സിംഗ് ടൈം ആവറേജ് 1.4 സെക്കൻഡ്സ് ഉണ്ടായിരുന്നത് 1.2 സെക്കൻഡ്സ് ആയിട്ട് കുറഞ്ഞു. അതായത് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ 1.2 സെക്കൻഡ്സ് മാത്രം മതി. അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത്? കേൾവിക്കുറവ് എന്ന് പറയുന്നത് ചെവിയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, അത് നമ്മുടെ ബ്രെയിനെയും കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം കേൾക്കുന്നത് ചെവിയിൽ കൂടിയാണെങ്കിലും കേൾവി സാധ്യമാകുന്നത് ബ്രെയിനിലാണ്. കേൾവിക്കുറവുള്ള ഒരാൾക്ക് ഒരു കാര്യത്തെ ശ്രദ്ധിക്കാനും അത് മനസ്സിലാക്കാനും അവർ ബ്രെയിന് ഓവർ എഫേർട്ട് എടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ അവർ ബ്രെയിൻ ഓവർ എഫേർട്ട് ഇടുന്ന സമയത്ത് അത് ബ്രെയിനിൻ്റെ മറ്റ് ഫങ്ഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേൾവിക്കുറവിൻ്റെ കൂടെ തന്നെ ഓർമ്മക്കുറവും ശ്രദ്ധക്കുറവും ഒക്കെ കണ്ടുവരുന്നത്. അതേപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. നമ്മുടെ സൊസൈറ്റിയുമായിട്ട് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് നമ്മളെ കണക്ട് ചെയ്ത് നിർത്തുന്ന സെൻസ് എന്ന് പറഞ്ഞാൽ കേൾവിയാണ്. അപ്പോൾ നമുക്കൊരാളടുത്ത് മര്യാദക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ അത് നമ്മൾക്ക് ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ഉണ്ടാക്കും, മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എന്നാൽ പോലും ആവറേജ് 10 വർഷം എടുക്കുന്നുണ്ടെന്നാണ് കണക്ക് കേൾവിക്കുറവുള്ള ഒരാൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു ക്ലിനിക്കിൽ വരാൻ വേണ്ടി. അപ്പോൾ ഇത്രയും വർഷം നമ്മൾ കാത്തിരിക്കുമ്പോൾ അത്രയും നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസിനെയും കൂടി എഫക്റ്റ് ആവുന്നില്ലേ? അതോടൊപ്പം ഓർത്തിരിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. കേൾവി നമുക്ക് ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതൊരിക്കലും തിരിച്ചു കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കേൾവിയെയും ചെവിയെയും ബാധിക്കുന്ന എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ തക്ക സമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഓൾ സ്റ്റേ കണക്റ്റഡ് ആൻഡ് ലെറ്റ്സ് ടേക്ക് കെയർ ഓഫ് അവർ ഹിയറിംഗ്.